തുടരുന്നു. ഇന്ന് മകരവിളക്കാണ്. മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങുന്നു സന്നിധാനം. ഉച്ചയ്ക്ക് 3 മണിക്കാണ് മകരസംക്രമണ പൂജ. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. വൈകിട്ട് 6:30യോടെയാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരജ്യോതി ദർശനവും നടക്കുക. ഇതിനിടെ പുലർച്ചെ പാണ്ടിത്താവളത്തിൽ ആനയിറങ്ങി. ആനയെ കണ്ട് പേടിച്ചോടിയ 4 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയുണ്ട്. ഗോകുൽനാഥ് ഉണ്ട് സന്നിധാനത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽനാഥ്, വെരി ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. അപ്പോൾ മകരവിളക്ക് ദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു ശബരിമലയിൽ. ഇന്നലെ പാണ്ഡിത്താവളത്ത് ആനയിറങ്ങിയത് ചെറിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. പക്ഷേ സാരമായ പരിക്കല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ എങ്ങനെയാണ്? നല്ല തിരക്കുണ്ടോ? പലരും ഇന്നിപ്പോൾ വന്നാൽ മകരവിളക്ക് തെളിയിക്കുന്നതും കണ്ടല്ലേ മടങ്ങുക? ഗോകുൽ. അരുൺകുമാർ, തീർച്ചയായും കനത്ത തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത്. എന്തായാലും ഇന്നലെ 1 ലക്ഷത്തിന് മുകളിലാണ് ഭക്തരെത്തിയത്. ആ ഭക്തരൊക്കെ തന്നെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. എന്തായാലും പാണ്ഡിത്താവളത്ത് കഴിഞ്ഞ ദിവസമാണ് ആന ഇറങ്ങിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ആന ഇറങ്ങുകയും ഇത്തരത്തിൽ ആ പ്രദേശത്ത് വിരിവെച്ചിരുന്ന ആളുകളുണ്ട്. കനത്ത രീതിയിൽ തന്നെ വിരിവെക്കുന്നുമുണ്ട്. എന്തായാലും വിരിവെക്കുന്നതിനൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങളൊക്കെ കാറ്റിൽ പറത്തി ഭക്തർ എല്ലായിടത്തും വിരിവെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സന്നിധാനത്തേക്ക് നടന്നെത്താൻ പോലും കഴിയാത്ത തരത്തിൽ വലിയ രീതിയിൽ തന്നെ വിരിവെച്ചുകൊണ്ടാണ് ആളുകൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കനത്ത രീതിയിൽ തന്നെ തിരക്ക് സന്നിധാനത്തും പരിസര പ്രദേശത്തും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മകരവിളക്കിനെ വരവേറ്റുകൊണ്ട് എന്തായാലും പുഷ്പാലങ്കാരങ്ങളൊക്കെ സന്നിധാനത്ത് ഒരുക്കിയിട്ടുമുണ്ടെന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുരുത്തോല കൊണ്ടുള്ള ചിത്രപ്പണികളും ഒക്കെയായി സന്നിധാനം അത്രത്തോളം മനോഹരമാക്കിയിരിക്കുകയാണെന്നുള്ളതാണ്. കനത്ത തിരക്ക് സന്നിധാനത്ത് നിലവിലുണ്ട് എന്നുള്ളതാണ്. ഇന്ന് എന്തായാലും 30,000-ഓളം ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനമുള്ളത്. 5,000-ഓളം പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനമുള്ളത്. പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് 1.5 ലക്ഷത്തോളം ഭക്തരെയാണ് സന്നിധാനം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വിരിവെച്ച ഭക്തരുണ്ട്. അത്തരത്തിൽ വിരിയും എല്ലാം കൂടി കൂട്ടുമ്പോൾ 1.5 ലക്ഷത്തിന് മുകളിലേക്ക് ഭക്തരെത്തും എന്നുള്ളതാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഔദ്യോഗിക കണക്ക് എന്ന് പറയുന്നത്. 2:45-നാണ് ഇന്ന് കണ്ഠരര്, മഹേഷ് പ്രസാദ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർവത്തിലാണ്. തുടരാം ഗോകുൽ. തീർച്ചയായും എന്തായാലും ഈ മഹേഷ് മോഹന്റെ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാരണത്തിലാണ് നിലവിൽ ഈ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കുക. എന്തായാലും പന്തളത്ത് നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി ദീപാരാധന 6:40-നാണ് ദീപാരാധന നടക്കുക. നമുക്കറിയാം സാധാരണഗതിയിൽ 6:30 സമയത്തോടു കൂടിയാണ്. പക്ഷേ ഇത്തവണ ഒരല്പം വൈകി 6:40 കൂടിയാണ് ദീപാരാധന നടക്കുക. ഈ സമയമാണ് പൊന്നമ്പല മേട്ടിൽ മകരവിളക്ക് ഭക്തലക്ഷങ്ങൾ ശബരിമലയിൽ തമ്പടിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വലിയ നിയന്ത്രണമുണ്ടെങ്കിലും പലയിടങ്ങളിലും അവിടെ സന്നിധാനത്ത് നല്ല ഭക്തജന തിരക്കുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സമഗ്ര കവറേജുമായ റിപ്പോർട്ടർ വാർത്താ സംഘമുണ്ട്. വൈകുന്നേരം മകരവിളക്ക് ദർശനത്തിന്റെ തത്സമയ വിവരങ്ങളും കാഴ്ചകളും റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് കാണാം. റിപ്പോർട്ടർ ദൃശ്യമികവിൽ മകരവിളക്ക് ദർശനം കാണാൻ പ്രേക്ഷകർ തയ്യാറെടുത്തുള്ളൂ. അർജുൻ മട്ടന്നൂരും അർജുൻ മട്ടന്നൂരും ഗോകുൽനാഥും ഒപ്പം VS രഞ്ജിത്തും പ്രവീൺ പുരുഷോത്തമനും അടക്കമുള്ള വാർത്താ സംഘം തത്സമയ കാഴ്ചകളുമായി 9 പോയിന്റുകളിൽ നിന്നുള്ള കാഴ്ചകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും. വൈകുന്നേരം റിപ്പോർട്ടറിന്റെ സമഗ്ര കവറേജ് ഉണ്ട് മകരവിളക്ക് ദർശനം.